കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ ഇടപെട്ട് ഹൈക്കമാൻഡ്. വോട്ടെണ്ണൽ കഴിയുന്നതുവരെ നേതാക്കൾ പരസ്യ പ്രതികരണങ്ങൾ നടത്തി പാർട്ടി പ്രവർത്തകരെ ആശയക്കുഴപ്പത്തിലാക്കരുതെന്നാണ് നിർദ്ദേശം. തന്റെ പേരുമായി ബന്ധപ്പെട്ട് സൈബർ ഇടങ്ങളിൽ നടക്കുന്ന ചർച്ചകൾ വിലക്കാൻ കെ.സി. വേണുഗോപാലും വിശ്വസ്തർക്ക് നിർദ്ദേശം നൽകിയതായി സൂചനയുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ പരസ്യ പ്രതികരണവുമായി മുതിർന്ന നേതാക്കൾ തന്നെ രംഗത്ത് വന്ന പശ്ചാത്തലത്തിലാണ് ഹൈക്കമാൻഡ് ഇടപെടൽ. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരും. ഡാൻ, ഇപ്പോൾ തൽക്കാലം ഒരു ഇടവേളയുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കൂടുതൽ പ്രതികരണങ്ങൾ വന്നിട്ടില്ല. പക്ഷെ അപ്പോഴും ഈ തർക്കം നേതാക്കളുടെ മനസ്സിലുണ്ട്. അത് ഇന്നലത്തെ പല പ്രതികരണങ്ങളിൽ നിന്ന് ലഭ്യമാണ്. ചില ആഗ്രഹങ്ങൾ പലർക്കുമുണ്ട്. ഭൂരിപക്ഷം കിട്ടിയാൽ ഇത് മറ്റൊരു തലത്തിലേക്ക് നീങ്ങും, സംശയമില്ല. സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെ സൈബർ ഇടങ്ങളിൽ കോൺഗ്രസിന്റെ വിവിധ നേതാക്കളുടെ അനുയായികൾ ചേരിതിരിഞ്ഞു തുടങ്ങിയ വാക്പോരും പ്രകോപനങ്ങളുമാണ് പാർട്ടി നേതൃത്വത്തിന്റെ അടിയന്തരമായ ഇടപെടലിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചത്. അങ്ങനെയാണ് ഹൈക്കമാൻഡ് നേതൃത്വം വാളോങ്ങിയിരിക്കുന്നത്. ഒരു തരത്തിലുള്ള പ്രകോപനം ഉളവാക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ, പാർട്ടിക്ക് പൊതുസമൂഹത്തിൽ അവമതിപ്പുണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള പ്രസ്താവനകളും നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാകാൻ പാടില്ല. തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം 4-ാം തീയതി വന്നതിന് ശേഷം മാത്രം പാർട്ടി നേരത്തെ എങ്ങനെയാണോ ഇത്തരം കാര്യങ്ങളിൽ തീരുമാനത്തിലേക്ക് എത്തിയിരുന്നത്, സമാനമായ തരത്തിലുള്ള കൂടിയാലോചനകളിലൂടെ ഏറ്റവും സുതാര്യമായ ശൈലിയിൽ തന്നെയായിരിക്കും മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുക. അതിനപ്പുറത്തേക്ക് സൈബർ ഇടങ്ങളിലെ വിഴുപ്പലക്കലുകൾ വേണ്ട എന്ന കൃത്യമായ നിർദ്ദേശം നേതാക്കൾക്ക് ഹൈക്കമാൻഡ് നൽകിയിരിക്കുകയാണ്. അതോടൊപ്പം കെ.സി. വേണുഗോപാലിന്റെ പേരിൽ സൈബർ ഇടങ്ങളിൽ യുവ നേതാക്കളുടെ അടക്കം തുടക്കമിട്ട വലിയ ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. അതിൽ കെ.സി. വേണുഗോപാൽ കടുത്ത വിയോജിപ്പിലാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം അദ്ദേഹം കോൺഗ്രസിന്റെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിയാണ്. അങ്ങനെയൊരു പ്രധാനപ്പെട്ട പോസ്റ്റിൽ രാജ്യത്തെ തന്നെ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ ഒരു പദവിയിലിരിക്കുന്ന ആളുടെ പേരിൽ സംസ്ഥാനത്ത് നേതാക്കൾ തമ്മിലടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയ്ക്ക് ദേശീയ തലത്തിൽ മങ്ങലേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് അതിൽ കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് കെ.സി. വേണുഗോപാൽ രംഗത്തെത്തുന്നത്. അദ്ദേഹം അത്തരത്തിലുള്ള എല്ലാ പോസ്റ്റുകളും തന്നെ അനുകൂലിച്ചുകൊണ്ട് സൈബർ ഇടങ്ങളിൽ നടത്തുന്ന എല്ലാ പ്രചാരണങ്ങളും അവസാനിപ്പിക്കണമെന്ന നിർദ്ദേശം അദ്ദേഹത്തിന്റെ വിശ്വസ്തർക്ക് നൽകിയതായാണ് സൂചന. കാരണം അത് മറ്റൊരു തരത്തിലേക്ക് പോകുന്നു. രാഷ്ട്രീയ എതിരാളികൾ അതിനെ വലിയ പ്രചാരണ വിഷയമാക്കി മുമ്പോട്ട്, അതായത് ഭരണം ലഭിക്കുമോ എന്ന ഉറപ്പ് പോലും ഇല്ലാതിരിക്കുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി തമ്മിലടിക്കുകയാണ് നേതാക്കൾ എന്ന പ്രചാരണം വലിയ തരത്തിൽ എതിർ രാഷ്ട്രീയ ചേരികൾ അത് രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുമെന്ന ഒരു വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ള എല്ലാ ചർച്ചകളും വിലക്കിക്കൊണ്ടുള്ള ഒരു നിർദ്ദേശം ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് എത്തുന്നത്. അങ്ങനെയെങ്കിൽ 4-ാം തീയതി വരെ എല്ലാവരും കാത്തിരിക്കൂ. അതിനുശേഷം MLA-മാർ എന്ത് തീരുമാനിക്കുമെന്ന് നോക്കാം. ഹൈക്കമാൻഡ് പ്രതിനിധികൾ സംസ്ഥാനത്തേക്ക് എത്തി അവരുമായി കൂടിക്കാഴ്ച നടത്തിയായിരിക്കും തുടർ നീക്കങ്ങളിലേക്ക് കടക്കുക. അതിനപ്പുറത്ത് സൈബർ ഇടങ്ങളിലായിരിക്കില്ല മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതെന്നാണ് ഹൈക്കമാൻഡ് സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിരിക്കുന്ന കൃത്യമായ നിർദ്ദേശം. സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ മുഴുവൻ ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ നടക്കുന്ന ഈ ചർച്ചകളെ പൂർണ്ണമായി തന്നെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയാണ് നിലവിൽ. തീർച്ചയായും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, വോട്ടെണ്ണൽ നടന്നിട്ടില്ല. അപ്പോഴും ആത്മവിശ്വാസത്തിൽ ആണോ അതോ അധികാരത്തിന്റെ കൊതി കൊണ്ടാണോ നേതാക്കൾ തമ്മിൽ പരസ്പരം പോരടിക്കുന്ന കാഴ്ചകൾ കൂടിയാണ് കോൺഗ്രസിൽ ഇപ്പോൾ കാണുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.